നമസ്കാരം. ദുബായിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ഷാഹിദ് അഫ്രീദിയെ മലയാളി സംഘടനയെല്ലാം തന്നെ സ്വീകരിച്ച് ആനയിച്ചത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു നാണക്കേടുണ്ടായിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ ഒരു വിജയത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് മലയാളികൾക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന രീതിയിൽ ദുബായിലെ മലയാളി സംഘടന പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അഫ്രീദിയെ ക്ഷണിച്ച് വരുത്തി പൊന്നാടയൊക്കെ ഇട്ട് അണിയിച്ച് സ്വീകരിച്ചത്. അതിൻ്റെ ഒരു പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കാരണം അവർക്കെതിരെ വൻ നടപടിയെടുക്കണം, അവരുടെ വിസകളും അതോടൊപ്പം തന്നെ പാസ്പോർട്ട് അടക്കം റദ്ദാക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ഒരു കൂട്ടം പരാതികൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലും IB അടക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ചാരന്മാർ ഉണ്ട് എന്ന വാർത്ത നമ്മൾ വൈകിയാണ് അറിഞ്ഞത്. തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ ശത്രുവാണെന്നറിഞ്ഞാൽ അവനെ കീഴ്പ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ ചാരന്മാരാണ് അല്ലെങ്കിൽ ഒറ്റുകാരാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തകർക്കുക വലിയ ബുദ്ധിമുട്ടാണ്. നിലവിൽ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ കേരളത്തിലും നടന്നത്. അതായത് കേരളത്തിലെ എറണാകുളത്ത് തിരുപ്പൂണിത്തറയിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാസ്റ്റർമാർ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചു. ഉദയംപേരൂർ ജീനസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചത്. 40 ദിവസം നീണ്ട യഫാദ 2025 എന്ന പേരിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചു. ആ ഒരു പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക എല്ലാം തന്നെ ഈ പാസ്റ്റർമാർ ഉപയോഗിച്ചത്. BJP എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീകുട്ടനാണ് ഉദയംപേരൂർ പോലീസിൽ പരാതി നൽകുകയും ഇതേ തുടർന്ന് പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മതസ്പർദ്ധ ഉണ്ടാക്കുക, കലാപാഹ്വാനം ചെയ്യുക എന്നിവയാണ് പോലീസ് എടുത്തിട്ടുള്ള FIR-ൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചു, അതിൽ ആരാധന നടത്തി എന്നാണ് FIR-ലുള്ളത്. ഈ പരിപാടിക്ക് ശേഷം മറ്റൊരു പരിപാടി ഓഡിറ്റോറിയത്തിൽ നടന്നിരുന്നു. അവിടെ എത്തിയവരാണ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കുമൊപ്പം പാകിസ്ഥാന്റെ പതാക കൂടി ഉപയോഗിച്ചു എന്നത് കണ്ടെത്തിയത്. പരിപാടിയുടെ സംഘാടകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പരിപാടിയുടെ സംഘാടകർക്കും കൂടാതെ ഓഡിറ്റോറിയത്തിന്റെ ഉടമയുമായ പാസ്റ്റർ ദീപു ജേക്കബിനെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. സംഘാടകർ പോലീസിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് ഇത് എല്ലാ രാജ്യങ്ങളുടെ സമാധാനത്തിനായിട്ട് നടത്തിയ പരിപാടിയാണെന്നും ഇത് 40 ദിവസം നീണ്ടു നിന്നു, ആ സമയത്തൊന്നും ആരും കണ്ടില്ല, ഈ പതാകയെല്ലാം മാറ്റുന്ന സമയത്താണ് ഇത് അറിഞ്ഞത്. അതായത് മറ്റൊരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഹാളിലേക്ക് ആളുകൾ എത്തിയപ്പോഴാണ് ഈ 20ഓളം രാജ്യങ്ങളുടെ പതാക കണ്ടതെന്നാണ് ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പാസ്റ്റർ ദീപു അടക്കം പോലീസിന് മൊഴി നൽകിയത്. കൂടാതെ മറ്റ് രാജ്യങ്ങളുടെ പതാകകൾക്കൊപ്പം തന്നെ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ പതാകയും കൂടെ ആണ് ഇപ്പോൾ കണ്ടെത്തിയത്. തുടർന്ന് മതസ്പർദ്ധയും കലാപാഹ്വാനത്തിനുമാണ് കേസെടുത്തിട്ടുള്ളത്. പൊതുസ്ഥലത്ത് പാകിസ്ഥാന്റെ പതാക ഉയർത്തി ആരാധന നടത്തുകയും രാജ്യത്തിനും സമാധാനത്തിനുമാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ശത്രു രാജ്യത്തിന്റെ പതാക ഉയർത്തി എന്ന ചോദ്യത്തിന് ഇനിയും വ്യക്തമായ ഉത്തരം ഹാളിലെ സംഘാടകരും അതോടൊപ്പം തന്നെ പാസ്റ്റർമാരും ഒന്നും തന്നെ മൊഴി നൽകിയിട്ടില്ല. കൂടാതെ ഭാരതത്തിന്റെ പതാക അടക്കം ശുചിമുറിയുടെ സൈഡിലാണ് കൂട്ടിയിട്ട നിലയിൽ. അതായത് ഭാരതത്തിന്റെ പതാകയെ അപമാനിക്കുന്ന രീതിയിൽ ഭാരതത്തിന്റെ പതാകയെ അപമാനിച്ചിരിക്കുകയാണ് ഈ ദീപു ഉൾപ്പെടെയുള്ള പാസ്റ്റർമാർ. കൂടാതെ ഭാരതത്തിന്റെ ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചുവെന്നും BJP നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ പതാകയെ മാത്രം ഒരു വൃത്തിയായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും സൂക്ഷിച്ച് ഒരിടത്ത് വയ്ക്കുകയും ബാക്കി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പതാക ഈ വാഷ് റൂമിൽ നിന്ന്, അതായത് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് ഒരു നികൃഷ്ടമായ രീതിയിൽ കൂട്ടിയിട്ട് ഭാരതത്തിൻ്റെ ദേശീയ പതാകയോടും ഇന്ത്യൻ സൈനികരോടും ഭാരതത്തോടും ഒരു അനാദരവ് കാണിച്ചിരിക്കുകയാണ് പാസ്റ്റർമാർ. നമുക്കറിയാം, പാസ്റ്റർമാരെ സംഘടിച്ചിടത്തോളം ഇവരുടെയൊക്കെ അക്കൗണ്ടുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇവർക്ക് പല രീതിയിലുള്ള പൈസകൾ ഫണ്ടുകൾ കിട്ടാറുണ്ട്. കാരണം ഈ പാസ്റ്റർമാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. മറ്റ് മതത്തിലുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ ക്രൈസ്തവ രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കുക, മതം മാറ്റുക, അങ്ങനെയൊക്കെ. അതായത് പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുന്ന രീതി നമുക്ക് പല വീടുകളും കാണുന്നതാണ്. ഈ കുഴഞ്ഞു വീണ് നിൽക്കുന്നവരെ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ പൂർവാധിക ശക്തിയോടെ എണീച്ച് നിർത്തുന്നു, അവരെ ചാടുന്നു, ഇറങ്ങി ഓടുന്നു. അങ്ങനെയൊക്കെ ഈ പാസ്റ്റർമാർ കാണിക്കുന്ന ചില ഉടായ്പ പാസ്റ്റർമാരുണ്ട്. അതുപോലെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ, കാരണം ഈ ഇന്ത്യയിലടക്കം ചാരന്മാരെ പിടിച്ചപ്പോഴെല്ലാം തന്നെ അവർക്ക് ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരെ പിടിച്ചപ്പോൾ തന്നെ അവർക്ക് പാകിസ്ഥാനിൽ നിന്നടക്കം പല രീതിയിൽ ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ക്രൈസ്തവ പാസ്റ്റർമാർക്കടക്കം ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ IB അടക്കം ഈ പോലീസ് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് IB അടക്കം ഇപ്പോൾ ഒരു അനൗദ്യോഗികമായ ഒരു അന്വേഷണം ഇപ്പോൾ അവർ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.